ധൈര്യമായിട്ടിരിക്കും നന്ദിച്ച. ഒരു തവണ ആദിശേഷനെ കൊന്ന നമുക്ക് ഒരിക്കൽ കൂടി കൊല്ലാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇന്ന് അവര് രണ്ടുപേരെയും ഞാൻ കൊന്നിരിക്കും. അല്ല മുതലാളി, നമുക്കൊന്നും. നന്ദിച്ച, ചേട്ടാ ചേട്ടാ, എന്തു പറ്റി? എന്തിനിങ്ങനെ ഒച്ച വെക്കുന്നേ? ചേട്ടൻ എവിടെ? ചേട്ടാ, ചേട്ടന്റെ ഊഹങ്ങൾ തെറ്റിപ്പോയി. ആ പെൺനാഗങ്ങളുടെ പോരാട്ടത്തിൽ ശിവാനി മരിച്ചില്ല, രക്ഷപ്പെട്ടു. മറ്റൊരു നാഗത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. നീ എന്താണ് ഈ പറയുന്നത് ചന്ദ്രഹാസ? അതെങ്ങനെ സംഭവിച്ചു? ആ നാഗത്തിന്റെ പക്കൽ ശിവാനിയേക്കാൾ ബലമുള്ള ശക്തികൾ ഉണ്ടായിരുന്നല്ലോ. അതുമാത്രമല്ല, ഏതോ ഒരു ഗുരുവിന്റെ ആത്മാവിന്റെ ശക്തിയും അവളിൽ ചേർന്നിരുന്നു. അയ്യോ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല ചേട്ടാ. അതിശക്തമായ പോരാട്ടം നടത്തി വിജയം അവളുടേത് മാത്രമാക്കി മാറ്റിയ ആ ശിവാനി, ആ ഇച്ഛാധാരി നാഗം ചാകുന്നതിന് മുൻപ് എന്താ പറഞ്ഞെന്ന് നീ കേട്ടിരുന്നോ? ഇല്ല ചേട്ടാ, കേൾക്കാൻ കഴിഞ്ഞില്ല. എന്ത് പണിയാണ് നീ കാണിച്ചത് ചന്ദ്രഹാസ? അവളുടെ അവസാന വാക്കുകൾ നീ എന്തുകൊണ്ട് കേട്ടില്ല? അവരെന്തൊക്കെയോ സംസാരിച്ചു എന്നത് സത്യമാണ്. എന്നാൽ അതൊന്നും കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ചേട്ടാ. ഞാൻ അടുത്തേക്ക് പോയ എന്നെപ്പറ്റി എന്തെങ്കിലും സംശയം വരുമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോയില്ല. ഗരുഡ ലോകത്തുള്ളവനായിട്ട് നാഗങ്ങളെ പേടിക്കുന്നു നീ. നമ്മൾ ഇനി മുന്നോട്ട് എന്ത് ചെയ്യോ അച്ഛാ? അജിത്ത് എവിടെ? അവൻ നിങ്ങൾ പറഞ്ഞ ജോലിക്കായി പുറത്തേക്ക് പോയിരിക്കും അച്ഛാ. അജിത്ത് വരട്ടെ. അവൻ വന്നതിന് ശേഷം മുൻപോട്ടുള്ള പദ്ധതികളെ കുറിച്ച് വിശദമായിട്ട് പറയാം. ആ ആദിശേഷനെയും ശിവാനിയെയും ഞാൻ അവസാനിപ്പിക്കാതെ വിടാൻ പോകുന്നില്ല. അവരുടെ മരണം എഴുതപ്പെട്ടിട്ടുള്ളത് എന്റെ ഈ കൈകളിലാണ്. ബ്രോ, ത്രിവിക്രം ബ്രോ, ബ്രോ എഴുന്നേക്ക് ബ്രോ. എന്തു പറ്റി ബ്രോ? ബ്രോ ഒന്ന് കണ്ണു തുറന്നേ. ബ്രോ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ ഇവിടേക്ക് എന്തിനാ വന്നേ? എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ബ്രോ, ഞാനല്ല കൊണ്ടുവന്നത്. ഇവിടേക്ക് നമ്മളെ കൊണ്ടുവന്നത് പാമ്പായിരുന്നു. പാമ്പോ? അതെ ബ്രോ, നമുക്ക് പിന്നെയും പാമ്പിനെ കൊണ്ടുള്ള ശല്യം തുടങ്ങിയിരിക്കുക. അവിടേക്ക് നോക്കി, നോക്കങ്ങോട്ട്. മായല്ലത്? നിന്റെ ഫ്രണ്ട് മായാണത് ബ്രോ. അവളൊരു പാമ്പാണ്. നിന്റെ ഫ്രണ്ടായിട്ട് വന്നിട്ട് നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. മായല്ലത്? നിന്റെ ഫ്രണ്ട് മായാണത് ബ്രോ. അവളൊരു പാമ്പാണ്. നിന്റെ ഫ്രണ്ടായിട്ട് വന്നിട്ട് നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. ത്രിവിക്രം, അച്ഛാ, തൃശൂൽ, നിങ്ങളെന്താ ഇവിടെ? ശിവാനി, നീ ഇവരുടെ കൂടെ വന്നാണോ? നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? വീട്ടിലിരുന്നാ പോരായിരുന്നു? നിങ്ങൾക്ക് ഈ സ്ഥലം മുമ്പേ അറിയായിരുന്നു. മോളെ, നീയാണോ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നേ? അച്ഛാ, അത് എന്താ ഉണ്ടായെന്ന് വെച്ചാ, മുതലാളി അത് നോക്കി. ഇവള് നാഗമായിരുന്നു. അപ്പൊ ഇവളാണോ ഇച്ഛാധാരി നാഗറാണി? അതെ അച്ഛാ, മായ തന്നെ ഇച്ഛാധാരിയായ നാഗം. ഇവള് തന്നെയാ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇത്രയും ദിവസം നമ്മുടെ കൂടെ കഴിഞ്ഞ് നമ്മുടെ വിശ്വാസം നേടിയെടുത്ത് നമ്മളെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നല്ലേ ഇവൾ? ശിവാനിയുടെ മേലെ സംശയം ജനിപ്പിച്ച് നമ്മുടെയൊക്കെ ശ്രദ്ധ മുഴുവൻ തിരിപ്പിച്ച് നമുക്ക് പിടിതരാതെ മുന്നോട്ട് പോയി ഇവൾ. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ. മുതലാളി, എന്തായാലും ഭാഗ്യേ, ഇതിങ്ങനെ തീർന്നല്ലോ. നമ്മുടെ കുട്ടികൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതോടെ അവസാനിക്കുന്നില്ല നന്ദീശ. എല്ലാത്തിനും ഒരു അവസാനം കണ്ടേ പറ്റൂ. കണ്ടിരിക്കും, ഞാൻ കണ്ടിരിക്കും. നന്ദീശ, നീ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാനത് തീർത്തിട്ട് വന്നേക്കാം. മുതലാളി ഒറ്റയ്ക്ക് ഇവിടെ? പറഞ്ഞത് കേട്ടില്ലേ? കുട്ടികളാകെ പേടിച്ചിരിക്കുക. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോ. ശരി മുതലാളി. വാ മോനെ. ശിവാനി, മോളെന്തെങ്ങനെ നിൽക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോവാം.
വേഗം വാ. ആരാ ഈ ആദിശേഷൻ? ആരാണവൻ? ഞാൻ അവനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. എന്നിട്ട് അവൻ അറിയില്ലെന്ന് എന്നോട് ചോദിക്കുന്ന എന്തിനാ? നിന്റെ ആദിശേഷനാണെന്നുള്ള കാര്യം മറന്നുപോയി. അവന് നിന്നെ പറ്റിയുള്ള ഓർമ്മകളെല്ലാം നശിച്ചുപോയി. അച്ഛാ, വണ്ടി ഒന്ന് നിർത്തിയേ. അച്ഛാ, നിങ്ങൾ പൊയ്ക്കോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നേക്കാം. അച്ഛാ, സേഫായിട്ട് പോണേ. ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം. മായ, മായ, മായ! ഈശ്വര, എന്നിൽ നിന്ന് മായ നീ പറിച്ചെടുത്തു അല്ലേ? എന്റെ സഹായത്തിന് വേണ്ടി ദൂരെ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നായിരുന്നു അവളെ. ഇപ്പൊ എന്തൊക്കെയോ സംഭവിക്കുന്നു. ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മുത്തശ്ശി പോയതിനു ശേഷം എന്റെ സഹായത്തിനുണ്ടായിരുന്ന അവള് മാത്രമായിരുന്നു. ഇന്നിപ്പോ അവളുമില്ല. അവൾ എന്നോട് എത്ര വഴക്കിട്ടാലും മിണ്ടാതിരുന്നാലും അവസാനം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. ഇപ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരുമില്ല. എനിക്കിനി ആരോ ഉള്ളേ? ആരെങ്കിലും എന്നെ രക്ഷിക്കേ. കൊച്ചുമകനെ പേടിക്കണ്ട, ഞാനുണ്ട്. നിന്നെ സഹായിക്കാനായി ഞാൻ വരുന്നുണ്ട്. നിന്റെ വേദന എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. സമാധാനമായിരിക്കൂ കൊച്ചുമകനെ, ഞാനിതാ വന്നു കഴിഞ്ഞു. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് പറ്റുന്നില്ലേ. അമ്മേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. അയ്യോ, രക്ഷിക്കേ. അയ്യോ ചേട്ടാ, ഓടിവായോ, എനിക്ക് പറ്റുന്നില്ല. അയ്യോ, എന്താണ് ഈ പറയുന്നത് ദിഗ്വിജയ? ഇച്ഛാധാരി നാഗം നിന്റെ വീട്ടിലുണ്ടായിരുന്നു? അതെ ബാബ, ത്രിവിക്രമന്റെ സുഹൃത്തായ മായയുടെ രൂപത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. ത്രിവിക്രമനെയും തൃശൂലിനെയും അവൾ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് തന്നെ അങ്ങ് ഞങ്ങളെ അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് കുട്ടികളുടെ ജീവൻ ആപത്തൊന്നും ഉണ്ടായില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും അവൾ അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. ആ ഇച്ഛാധാരി നാഗം അത്ര എളുപ്പം അവളുടെ ജീവൻ കളഞ്ഞെന്നോ? വിശ്വസിക്കാൻ പ്രയാസമാണ്. ബാബ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അവളാണ് നാഗറാണി. നമ്മളെ ഇത്രയും ദിവസം ശല്യപ്പെടുത്തിയിരുന്നത് അവളാ. നമുക്കിനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല ബാബ. ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. നാഗറാണി ഇല്ലാതായി. ദിഗ്വിജയ, മതിമറക്കണ്ട. ജീവൻ ആപത്തുണ്ടാക്കുന്നവളാണ് നിന്റെ എതിരാളി. അതുകൊണ്ട് സമാധാനത്തിന്റെ ദീർഘശ്വാസം എടുക്കണ്ട നീ. അല്ല ബാബ, നാഗറാണി ചത്തുപോയല്ലോ. ആ നാഗം മാത്രം നാഗരാജാവല്ല. നിന്നോട് പകരം വീട്ടുവാനായി ഇനി ഒരാൾ കൂടിയുണ്ട്, ആദിശേഷൻ. അവനെ സംഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് മനസ്സമാധാനമുണ്ടാവില്ല. നിന്നോടുള്ള പ്രതികാരവും പ്രിയതമയെ നഷ്ടപ്പെട്ടതിന്റെ വേദനയും അവന്റെ പകയിപ്പോൾ ഇരട്ടിയായിട്ടുണ്ടാവും. അവന്റെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നെ ആർക്കും ശിഷ്ടകാലമുണ്ടാവില്ല. ബാബ, അവൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശക്തി അങ്ങയുടെ കയ്യിൽ ഉണ്ടാവില്ലേ? നാഗപഞ്ചമിയുടെ ദിവസം
അവർ രണ്ടുപേരും ഒന്നായിരിക്കുന്നു. ഇപ്പോൾ അവന്റെ ശക്തി 3 ഇരട്ടിയാണ്. ആ ശക്തിക്ക് മുന്നിൽ എന്റെ ശക്തി ഒന്നുമല്ല. ആദിശേഷൻ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. നിന്റെ വീട്ടിൽ തന്നെ ഒരാളായി തന്നെ ഉണ്ടായിരിക്കാം. അത് മാത്രമല്ല, ഒരു പക്ഷേ നിന്റെ മകൻ പോലും ആയേക്കാം. ബാബാ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നീ എത്രമാത്രം സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചോളൂ. നിന്റെ ദേഹം മുഴുവനും കണ്ണുണ്ടായിരിക്കണം. ശരി ബാബാ, ഞാൻ സൂക്ഷിച്ചോളാം. നല്ലത് വരട്ടെ. ജയ് മഹാകാളി. ആഹാ, ഇതെന്താ ചേച്ചി പെട്ടെന്ന് വീട്ടിൽ പൂജയൊക്കെ നടത്തുവാണല്ലോ? പൂജാരിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ തന്നെയാ പൂജ വേണോന്ന് പറഞ്ഞത്. എന്തോ ഈ നാഗരാജാവ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ആ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് കരുതിയാ വീട്ടിലൊരു പൂജ വയ്ക്കാൻ പറഞ്ഞത്. ഇപ്രാവശ്യമെങ്കിലും സർപ്പദോഷമൊക്കെ ഒന്ന് മാറിയാ മതിയായിരുന്നു. അല്ല, വീണയെ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ അവള്? അവൾ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. വീണേ, വീണേ. എന്താ അമ്മ ഇത്? എപ്പോ നോക്കിയാലും വീണേ വീണേന്ന് വിളിച്ചോണ്ടിരിക്കുക. അല്ല, പെട്ടെന്ന് പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ ഞാൻ നിങ്ങളെ പോലെ 70s കിഡാണോ? ഞാൻ ഈ ജനറേഷനിലെ കുട്ടിയാ. അതെ മോളെ, ശരിയാ. നീ ഇപ്പോഴും കുട്ടി തന്നെയാ. അങ്കിൾ, എന്റെ മകൾ എന്തു ഭംഗിയാ ഈ ഡ്രസ്സിൽ കാണാൻ. ആണോ മുത്തശ്ശി? അതെ മോളെ. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ഒഴിഞ്ഞിടാവോ? ആണോ? എന്നാ ഇപ്പൊ ശരിയാക്കി തരാം. നായക്കണ്ണ്, നാരിക്കണ്ണ്, പൂച്ചക്കണ്ണ്, അങ്ങനെ എല്ലാ കണ്ണുകളും എന്റെ കുട്ടിയിൽ നിന്ന് മാറട്ടെ. ഓം നാഗരാജായ വിദ്മഹേ ബുധരാജായ ധീമഹേ തന്നഃ സർപ്പ പ്രചോദയാത്. നാഗദേവതാഭ്യോ നമഃ. ഓം നമോസ്തു സർപ്പേഭ്യോ ഏകേ ച പൃഥിവീ മനോ യേ അന്തരിക്ഷേ യേ ദിവിദേഭ്യഃ സർപ്പേഭ്യോ നമഃ. ദേ, നന്ദീശൻ അങ്കിൾ വന്നു. നന്ദീശ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? മുതലാളി വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. തൃശ്ശൂലും ശിവാനിയും വന്നിട്ടുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? നിന്റെ നല്ലതിനു വേണ്ടി നാഗപൂജ ചെയ്തോണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ആരാ? എന്താ തൃശൂൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നമുക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. പൂജയൊക്കെ ഇപ്പൊ തന്നെ നിർത്തണം. ഏട്ടാ, എന്തിനാ ഇത്ര റഫായിട്ട് സംസാരിക്കുന്നേ? വീണമോളെ, നിനക്കതൊന്നും മനസ്സിലാവില്ല. ഞാൻ റഫായിട്ടൊന്നല്ല സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഇത്രയും കാലം അനുഭവിച്ചതിന്റെ എല്ലാം വിഷമം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. തൃശൂൽ, കുറച്ച് സമാധാനമായിട്ട് സംസാരിക്കും. എല്ലാവരും മുമ്പിൽ വെച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഇല്ലച്ചേ, എനിക്ക് ഇനിയും ഇത് സഹിക്കാനാവില്ല. ആദ്യം ഇതൊക്കെ എടുത്ത് പുറത്ത് കളയട്ടെ. തൃശൂൽ, നീ എന്തായി കാണിക്കുന്നത്? അത് ദൈവമാ. ദൈവത്തിനെ ആരെങ്കിലും തട്ടിത്തെറിപ്പിക്കോ? എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളെ എല്ലാം വിഷമിപ്പിക്കുന്നത്? മുത്തശ്ശി, നിങ്ങളെ ഒന്നും വേദനിപ്പിക്കണമെന്ന് എനിക്ക് ഒരു ഉദ്ദേശവുമില്ല. നിങ്ങളിപ്പോ ഇതിനെ പൂജിച്ചുകൊണ്ടിരിക്കുക. ശരി, ചെയ്തോ. എന്നാൽ ഇത് നമ്മളെ തന്നെ കൊല്ലാൻ വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? നമ്മൾ എന്ത് തെറ്റാണ് ഇതിനോട് ചെയ്തത്? എന്ത് ദ്രോഹമാണ് ചെയ്തത്? എല്ലാം വിധിയാണോ മോനെ? ഇനി ഒരിക്കൽ കൂടി ഈ വീട്ടിൽ എന്തെങ്കിലും പൂജ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ അത് നല്ലതിനായിരിക്കില്ല.
എന്റെ കൺമുമ്പിൽ ഇനി ഒരു സർപ്പത്തെ പോലും കാണരുത്. കണ്ടാൽ അവിടെ വെച്ച് തന്നെ ഞാൻ അതിനെ കൊല്ലും. തൃശൂൽ, എന്റെ ദൈവമേ, എന്തൊക്കെയാ ഇത്? എന്റെ തൃശൂലിന് എന്തിനാ ഇങ്ങനെ ഒരു ദുർബുദ്ധി കൊടുത്തത്? എന്താ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഒരുപക്ഷെ സർപ്പദോഷം എങ്ങാനും എന്റെ കൊച്ചുമോനെ ബാധിച്ചു കഴിഞ്ഞാൽ, അയ്യോ. ലോകത്തിലെ മുഴുവൻ നാഗങ്ങളും തൃശൂലിനോട് പക കാണിച്ചാലും ഇവനെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. എന്താന്ന് വെച്ചാ ഇവനാണ് നാഗങ്ങളുടെ രാജാവ്, എന്റെ ആദിശേഷൻ. ശിവാനി, എന്താ മോളെ ഇങ്ങനെയൊക്കെ? ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അമ്മേ, എല്ലാം നേരെ ആയിക്കോളും. അവനൊന്നും സംഭവിക്കില്ല, ഞാനുണ്ട്. ആരാണോ ഈ നേരത്ത്? ദാ വരുന്നു.